നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്ന ടെക്സ്റ്റിലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് അഥവാ മനുഷ്യവാസസ്ഥലങ്ങൾ എന്ന പാഠമാണ് പഠിച്ചത്. ഇന്ന് ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്ന ടെക്സ്റ്റിലെ 4ാമത്തെ പാഠമായ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൽ പഠിക്കാനുള്ള പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യവാസസ്ഥലങ്ങൾ, ഗ്രാമീണ വാസസ്ഥലങ്ങളും നാഗരിക വാസസ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, വിവിധതരം ഗ്രാമീണ വാസസ്ഥലങ്ങൾ, നാഗരിക വാസസ്ഥലങ്ങൾ, ഇന്ത്യൻ പട്ടണങ്ങളുടെ പരിണാമം, ഇന്ത്യയിലെ നഗരവൽക്കരണം, ജനസംഖ്യാ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നഗരങ്ങളുടെ വർഗീകരണം, സേവനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നഗരങ്ങളുടെ വർഗീകരണം, സ്മാർട്ട് സിറ്റി ദൗത്യം. ഇനി ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യവാസസ്ഥലങ്ങൾ എന്താണെന്ന് നോക്കാം. മനുഷ്യർ താമസിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പാർപ്പിടങ്ങളുടെ കൂട്ടത്തെയും മനുഷ്യവാസസ്ഥലങ്ങൾ എന്ന് പറയുന്നു. ഇവ വലിപ്പത്തിലും രൂപത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലെ ഹാംലെറ്റുകൾ മുതൽ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ വരെയുള്ള പല വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യവാസസ്ഥലങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി നമുക്ക് ഗ്രാമീണ വാസസ്ഥലങ്ങളുടെയും നാഗരിക വാസസ്ഥലങ്ങളുടെയും വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെൻറ്റ്സ്. ഗ്രാമീണ വാസസ്ഥലങ്ങളിൽ ജീവനോപാധിക്കായി പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണം കൃഷിയും അനുബന്ധ ജോലികളും. എന്നാൽ നഗരവാസസ്ഥലങ്ങളിൽ ദ്വിതീയവും തൃതീയവുമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കമുള്ളത്. ഇനി 2ാമത്തെ വ്യത്യാസമാണ് ഗ്രാമങ്ങളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉൽപ്പന്നങ്ങളായ ഭക്ഷ്യവസ്തുക്കളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപ്പാദനമാണ് പ്രധാന പ്രവർത്തനം. എന്നാൽ നഗരങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. ഇനി 3ാമത്തെ വ്യത്യാസമാണ് ഗ്രാമീണ ജനത പരമ്പരാഗതമായി സ്വന്തം ഗ്രാമത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് അവർ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം വളരെ ദൃഢമാണ്. അതേസമയം നഗരങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അവിടുത്തെ ജീവിതം വളരെ തിരക്കേറിയതും സങ്കീർണവും സാമൂഹ്യ ബന്ധങ്ങൾ ഔപചാരികവുമായിരിക്കും. അടുത്തതായി ഇന്ത്യയിലെ വിവിധതരം ഗ്രാമീണ വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. പാർപ്പിട പ്രദേശത്തിൻ്റെ വിസ്തൃതി, പാർപ്പിടങ്ങൾ തമ്മിലുള്ള അകലം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പൊതുവെ വാസസ്ഥലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ഘടകങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള വാസസ്ഥലങ്ങൾ രൂപപ്പെടാൻ കാരണമായി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഭൗതിക ഘടകങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഭൂപ്രകൃതി, ഉയരം, കാലാവസ്ഥ, ജലലഭ്യത എന്നിവയ്ക്കനുസരിച്ച് വാസസ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. 2ാമത്തെ ഘടകമാണ് സാംസ്കാരികവും വംശീയവുമായ ഘടകങ്ങളാണ് കൾച്ചറൽ ആൻഡ് എത്നിക് ഫാക്ടേഴ്സ്. സാമൂഹ്യ ഘടന, ജാതി, മതം എന്നിവയാണ് സാംസ്കാരികവും വംശീയവുമായ ഘടകങ്ങൾ. ഇനി 3ാമത്തെ ഘടകമാണ് സുരക്ഷാ ഘടകങ്ങൾ, സെക്യൂരിറ്റി ഫാക്ടേഴ്സ്. കൊള്ളയ്ക്കും കളവിനും എതിരായുള്ള പ്രതിരോധ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വാസസ്ഥലങ്ങളായിരിക്കും രൂപപ്പെടുന്നത്. ഈ 3 ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇന്ത്യയിലെ ഗ്രാമീണ വാസസ്ഥലങ്ങളെ 4ആയി തിരിക്കാം. 1. ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ അഗ്ലോമറേറ്റഡ് അല്ലെങ്കിൽ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ്, നിബിഡ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. 2. സെമി ക്ലസ്റ്റേർഡ് ഓർ ഫ്രാഗ്മെൻറ്റഡ് സെറ്റിൽമെൻറ്റ്സ്, ഇതിനെ അർദ്ധകേന്ദ്രീകൃതം അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നു. 3. ഹാംലെറ്റുകൾ. ഇനി 4ാമത്തത് ഡിസ്പേഴ്സ്ഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സെറ്റിൽമെൻറ്റ്സ്, ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വാസസ്ഥലങ്ങൾ. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യമായി ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ്, അതായത് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. പാർപ്പിടങ്ങൾ അടുത്തടുത്തായി നിർമ്മിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. ഇത്തരം വാസസ്ഥലങ്ങളിൽ പൊതു പാർപ്പിട പ്രദേശം ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കാം. വളരെ അടുത്തടുത്തായി കാണപ്പെടുന്ന പാർപ്പിടങ്ങളും അവയ്ക്കിടയിലെ തെരുവുകളും ചേർന്ന് ചതുരം, അഭികേന്ദ്രം, രേഖീയം തുടങ്ങിയ ചില ജാമതീയ രൂപങ്ങളും സൃഷ്ടിക്കുന്നു. ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത്തരം വാസസ്ഥലങ്ങൾ സാധാരണമായി കാണപ്പെടാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ സുരക്ഷ അല്ലെങ്കിൽ പ്രതിരോധ കാരണങ്ങളാലും ജനങ്ങൾ കേന്ദ്രീകൃത വാസസ്ഥലങ്ങളിൽ വസിക്കാറുണ്ട്. മധ്യ ഇന്ത്യയിലെ ബുന്ദേൽഖണ്ഡ് പ്രദേശത്തും നാഗാലാൻഡിലും ഇത്തരത്തിൽ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ ജലദൗർലഭ്യമാണ് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾക്ക് കാരണമാകുന്നത്.
ഇനി സെമി ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ചിതറിക്കിടക്കുന്ന ഒരു വാസസ്ഥലത്തെ ചില ഭാഗങ്ങളിൽ പാർപ്പിടങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു. ഒരു വിശാല കേന്ദ്രീകൃത ഗ്രാമത്തിൻ്റെ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭാഗങ്ങളായി വേർപെടുത്തുന്നത് കൊണ്ടോ ഇത്തരം വാസസ്ഥല മാതൃക രൂപപ്പെടാം. സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരും കുറച്ച് തൊഴിലാളികളും ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്രകാരം താമസിക്കുന്നു. ഉദാഹരണം, രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിലും ഗുജറാത്ത് സമതലങ്ങളിലും ഇത്തരം വാസസ്ഥലങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നു. അടുത്തതായി ഹാംലെറ്റുകൾ എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ വാസസ്ഥലങ്ങൾ പല ഭാഗങ്ങളാക്കി വിഭജിക്കപ്പെട്ട് പ്രത്യേകം പേരുകളിൽ പരസ്പരം അകന്ന് കാണപ്പെടാറുണ്ട്. ഇത്തരം യൂണിറ്റുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശികമായി പന്ന, പാര, പള്ളി, നഗ്ല, ധനി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്നു. സാമൂഹ്യവും വംശീയവുമായ ഘടകങ്ങളാണ് വലിയ ഗ്രാമങ്ങളുടെ ഇത്തരം വിഭജനത്തിന് കാരണമാകുന്നത്. ഉദാഹരണം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും ഹിമാലയൻ താഴ്വരകളിലും ഇത്തരം വാസസ്ഥലങ്ങൾ കാണപ്പെടുന്നു. ഇനി ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന വാസസ്ഥലങ്ങൾ എന്താണെന്ന് നോക്കാം. ഒറ്റപ്പെട്ട കുടിലുകളായോ അല്ലെങ്കിൽ കുടിലുകൾ ഉൾപ്പെടുന്ന ഹാംലെറ്റുകളായോ ചെറു കുന്നിൻ പ്രദേശത്തെ കൃഷിയിടങ്ങൾക്കും പുൽമേടുകൾക്കും ഇടയിലുള്ള കുടിലുകളായോ ആണ് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന വാസസ്ഥലങ്ങൾ കാണപ്പെടുന്നത്. ഉദാഹരണം, മേഘാലയ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളും ഇത്തരത്തിലുള്ള വാസസ്ഥലങ്ങളുണ്ട്. ഇനി ഇന്ത്യയിലെ അർബൻ സെറ്റിൽമെൻറ്റ്സ് നഗരവാസസ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാം. നഗരവാസസ്ഥലങ്ങൾ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് തിരക്കേറിയതും വിസ്തൃതവുമായിരിക്കും. നഗരവാസികൾ പൊതുവെ വിവിധതരം കാർഷികേതര സാമ്പത്തിക ഭരണ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ചരിത്രാതീത കാലം മുതൽ തന്നെ ഇന്ത്യയിൽ നഗരങ്ങൾ വളർന്നു വന്നിരുന്നു. വിവിധ കാലങ്ങളിൽ ഉണ്ടായ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ മൂന്നായി തിരിക്കാം. ഓൺ ദി ബേസിസ് ഓഫ് എവല്യൂഷൻ, ഇന്ത്യൻ ടൗൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഒന്നാമത്തേത് ഏൻഷ്യൻ ടൗൺസ്, അതായത് പുരാതന നഗരങ്ങൾ. 2 മിഡീവൽ ടൗൺസ്, മധ്യകാല നഗരങ്ങൾ. 3 മോഡേൺ ടൗൺസ്, ആധുനിക നഗരങ്ങൾ. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യമായി ഏൻഷ്യൻ ടൗൺസ്, പുരാതന നഗരങ്ങൾ. 2000ഓളം വർഷങ്ങളുടെ ചരിത്ര പിൻബലമുള്ള നിരവധി നഗരങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇവയിൽ മിക്കവയും സാംസ്കാരിക കേന്ദ്രങ്ങളായി വളർന്നു വന്നവയാണ്. വാരണാസി, പ്രയാഗ്, പാടലീപുത്ര, മധുര തുടങ്ങിയവയാണ് പുരാതന ഇന്ത്യൻ നഗരങ്ങൾക്ക് ഉദാഹരണങ്ങൾ. രണ്ടാമതായി മിഡീവൽ ടൗൺസ് അല്ലെങ്കിൽ മധ്യകാല നഗരങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ആസ്ഥാനങ്ങളായി വികസിച്ചു വന്ന നഗരങ്ങളാണിവ. പുരാതന നഗരങ്ങളുടെ ശേഷിപ്പുകളിൽ നിന്നുയർന്നു വന്ന കോട്ട നഗരങ്ങളും ഇവയിൽപ്പെടുന്നു. ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ, ആഗ്ര, നാഗ്പൂർ എന്നിവയാണ് ഉദാഹരണങ്ങൾ. അടുത്തതായി മോഡേൺ സിറ്റീസ് അല്ലെങ്കിൽ ആധുനിക നഗരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ബ്രിട്ടീഷുകാരും മറ്റ് യൂറോപ്യന്മാരും വികസിപ്പിച്ച നഗരങ്ങളാണിവ. ഇന്ത്യയിൽ ചുവടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ തീരദേശങ്ങളിൽ വ്യാപാര തുറമുഖങ്ങളായ സൂററ്റ്, ദാമൻ, ഗോവ, പുതുച്ചേരി തുടങ്ങിയവ വികസിപ്പിച്ചു. ബ്രിട്ടീഷുകാർ പിന്നീട് അവരുടെ ശ്രദ്ധ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 3 പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും അവ ബ്രിട്ടീഷ് രീതിയിൽ നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് പുതിയ ഭരണപ്രദേശങ്ങളും മിലിറ്ററി പ്രദേശങ്ങളും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1850 ശേഷം ആധുനിക വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പട്ടണങ്ങളും വളർന്നു വരാൻ തുടങ്ങി. ഉദാഹരണമാണ് ജംഷഡ്പൂർ. സ്വാതന്ത്ര്യാനന്തര ഭരണ കേന്ദ്രങ്ങളായി ധാരാളം നഗരങ്ങൾ വികസിച്ചു വന്നു. ഉദാഹരണത്തിന് ചണ്ഡീഗഡ്, ഭുവനേശ്വർ, ഗാന്ധിനഗർ, ഡിസ്പൂർ തുടങ്ങിയവ. സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയ വ്യാവസായിക നഗരങ്ങളാണ് ഭിലായ്, ദുർഗാപൂർ, സിന്ദ്രി, ബറൗണി തുടങ്ങിയവ. ചില പഴയ പട്ടണങ്ങൾ ആധുനിക മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ ഉപനഗരങ്ങളായി വികസിച്ചു. ഗാസിയാബാദ്, റോത്തക്, ഗുർഗാവ് എന്നിവ ഡൽഹിക്ക് ചുറ്റുമുള്ള ഉപനഗരങ്ങളാണ്. അടുത്തതായി ഇന്ത്യയിലെ നഗരവൽക്കരണത്തെക്കുറിച്ച് പഠിക്കാം. അർബനൈസേഷൻ ഇൻ ഇന്ത്യ. ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് നഗരജനസംഖ്യ എന്ന അടിസ്ഥാനത്തിലാണ് നഗരവൽക്കരണത്തിൻ്റെ തോത് അളക്കുന്നത്. ഇന്ത്യയിൽ നഗരവൽക്കരണത്തിൻ്റെ തോത് 2011 31.16% നഗരകേന്ദ്രങ്ങളുടെ വികാസവും പുതിയ പട്ടണങ്ങളുടെ ആവിർഭാവവും രാജ്യത്ത് നഗരജനസംഖ്യയുടെയും നഗരവൽക്കരണത്തിൻ്റെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്.
അടുത്തതായി ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ്, നഗരങ്ങളുടെ വർഗീകരണമാണ്. ആദ്യമായി ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ സൈസ്, ജനസംഖ്യാ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നഗരങ്ങളുടെ വർഗീകരണം. ഇന്ത്യൻ സെൻസസ് പ്രകാരം നഗര കേന്ദ്രങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 6ആയി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1,00,000-ലധികം ജനസംഖ്യയുള്ള നഗരകേന്ദ്രത്തെ ക്ലാസ് 1 പട്ടണം എന്നോ നഗരമെന്നോ വിളിക്കാം. ക്ലാസ് 2 പട്ടണങ്ങളിലെ ജനസംഖ്യ 50,000 മുതൽ 99,999 വരെയാണ്. ക്ലാസ് 3 പട്ടണങ്ങളിലെ ജനസംഖ്യ 20,000 മുതൽ 49,999 വരെയാണ്. ക്ലാസ് 4 പട്ടണങ്ങളിലെ ജനസംഖ്യ 10,000 മുതൽ 19,999 വരെയാണ്. ക്ലാസ് 5 പട്ടണങ്ങളിലെ ജനസംഖ്യ 5,000 മുതൽ 9,999 വരെയാണ്. ക്ലാസ് 6 പട്ടണങ്ങളിലെ ജനസംഖ്യ 5,000-ൽ താഴെയാണ്. 1 മുതൽ 5 ദശലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളെ മെട്രോപൊളിറ്റൻ നഗരങ്ങളെന്നും 5 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളെ മെഗാ നഗരങ്ങളെന്നും വിളിക്കുന്നു. If the population of a city is between 1 million and 5 million, that cities are called as metropolitan cities, and if the population is above 5 million, that cities are called as mega cities. മിക്ക മെട്രോപൊളിറ്റൻ നഗരങ്ങളും മെഗാ നഗരങ്ങളും നഗരസഞ്ചയങ്ങളാണ്, അർബൻ അഗ്ലോമറേഷൻസ്. നഗരസഞ്ചയം അല്ലെങ്കിൽ അർബൻ അഗ്ലോമറേഷൻ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, ഒരു നഗരവും അതിൻ്റെ സമീപ നഗര വളർച്ചയും ചേർന്ന് നഗരസഞ്ചയങ്ങൾ രൂപപ്പെടാറുണ്ട്. രണ്ടാമതായി, ഒന്നോ അതിലധികമോ സമീപ നഗരങ്ങളും അവയുടെ സമീപ നഗര വളർച്ചയോടു കൂടിയതോ അല്ലാതെയോ നഗരസഞ്ചയങ്ങൾ രൂപപ്പെടാറുണ്ട്. മൂന്നാമതായി, ഒരു നഗരവും ഒന്നോ അതിലധികമോ സമീപ പട്ടണങ്ങളും അവയുടെ സമീപ നഗര വളർച്ചയും ഒത്തുചേർന്ന് നഗരസഞ്ചയങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇന്ത്യയിലെ നഗരജനസംഖ്യയുടെ 60% കൂടുതലും ക്ലാസ് 1 നഗരങ്ങളിലാണ് താമസിക്കുന്നത്. 468 ക്ലാസ് 1 നഗരങ്ങൾ ഉള്ളതിൽ 53 എണ്ണവും മെട്രോപൊളിറ്റൻ നഗരങ്ങളാണ്. അവയിൽ 6 എണ്ണം 5 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മഹാനഗരങ്ങളുമാണ്, മെഗാസിറ്റീസാണ്. നഗരജനസംഖ്യയുടെ 21% ഈ മഹാനഗരങ്ങളിലാണ് താമസിക്കുന്നത്. അവയിൽ തന്നെ 18.4 ദശലക്ഷം ജനസംഖ്യയുള്ള ഗ്രേറ്റർ മുംബൈയാണ് ഏറ്റവും വലിയ നഗരസഞ്ചയം. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവയാണ് മറ്റ് മഹാനഗരങ്ങൾ. അടുത്തതായി ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ്, സേവനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നഗരങ്ങളുടെ വർഗീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ മിക്ക നഗരങ്ങളും പലതരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നു. എന്നാൽ നഗരങ്ങളുടെ മുഖ്യ സേവനത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ വർഗീകരിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, ഭരണപട്ടണങ്ങൾ. ഇൻഡസ്ട്രിയൽ ടൗൺസ്, വ്യാവസായിക പട്ടണങ്ങൾ. ട്രാൻസ്പോർട്ട് ടൗൺസ്, ഗതാഗത പട്ടണങ്ങൾ. കൊമേഴ്സ്യൽ ടൗൺസ്, വാണിജ്യ പട്ടണങ്ങൾ. മൈനിങ് ടൗൺസ്, ഖനി നഗരങ്ങൾ. ഗാരിസൺ കണ്ടോൺമെൻറ് ടൗൺസ്, പ്രതിരോധ സൈനിക നഗരങ്ങൾ. എഡ്യൂക്കേഷണൽ ടൗൺസ്, വിദ്യാഭ്യാസ നഗരങ്ങൾ. റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ്, സാംസ്കാരിക നഗരങ്ങൾ. ടൂറിസ്റ്റ് ടൗൺസ്, വിനോദ നഗരങ്ങൾ എന്നിവയാണ് സേവനത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നഗരങ്ങളുടെ വർഗീകരണം. ഇനി ഓരോ നഗരങ്ങളുടെ അല്ലെങ്കിൽ പട്ടണങ്ങളുടെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാം. ആദ്യമായി അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, ഭരണ നഗരങ്ങൾ. ഉയർന്ന ശ്രേണിയിലുള്ള ഭരണ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഭരണനഗരങ്ങൾ. ഉദാഹരണം, തലസ്ഥാന നഗരങ്ങളായ ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ഭോപ്പാൽ, ഷില്ലോങ്, ജയ്പൂർ, ചെന്നൈ, തിരുവനന്തപുരം എന്നിവ. അടുത്തതായി ഇൻഡസ്ട്രിയൽ ടൗൺസ്, വ്യാവസായിക പട്ടണങ്ങൾ എന്താണെന്ന് നോക്കാം. വ്യവസായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള നഗരങ്ങളാണ് വ്യാവസായിക നഗരങ്ങൾ. ഉദാഹരണം, മുംബൈ, സേലം, കോയമ്പത്തൂർ, ജംഷഡ്പൂർ, ഭിലായ് തുടങ്ങിയ നഗരങ്ങൾ വ്യാവസായിക നഗരങ്ങളാണ്. ഇനി ട്രാൻസ്പോർട്ട് ടൗൺസ്, ഗതാഗത നഗരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തുറമുഖങ്ങളായ കാൻഡല, കൊച്ചി, വിശാഖപട്ടണം, കോഴിക്കോട് എന്നിവയും ഉൾനാടൻ ഗതാഗതത്തിൻ്റെ കേന്ദ്രങ്ങളായ ആഗ്ര, ധൂലിയ, മുഗൾസരായ്, ഇറ്റാർസി എന്നിവയും ഗതാഗത പ്രാധാന്യമുള്ള നഗരങ്ങളാണ്. അടുത്തതായി കൊമേഴ്സ്യൽ ടൗൺസ്, വാണിജ്യ പട്ടണങ്ങൾ എന്താണെന്ന് നോക്കാം. വ്യാപാരത്തിനും വാണിജ്യത്തിനും പ്രസിദ്ധമായ നഗരങ്ങളാണിത്. ഉദാഹരണം, കൊൽക്കത്ത, സഹരൻപൂർ, സാറ്റ്ന എന്നീ നഗരങ്ങൾ. ഇനി മൈനിങ് ടൗൺസ്, ഖനി നഗരങ്ങൾ എന്താണെന്ന് നോക്കാം. ധാതുസമ്പുഷ്ടമായ പ്രദേശങ്ങൾ വികസിച്ചുണ്ടായ നഗരങ്ങളാണ് ഖനി നഗരങ്ങൾ. ഉദാഹരണം, റാണിഗഞ്ച്, ഝാറിയ, ഡിഗ്ബോയ്, ആംഗലേശ്വർ,
സിംഗ്റോളി എന്നിവ. അടുത്തതായി ഗാരിസൺ കണ്ടോൺമെൻറ്റ് സിറ്റീസ്, പ്രതിരോധ സൈനിക നഗരങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രതിരോധ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വികസിച്ചുണ്ടായ പട്ടണങ്ങളാണിവ. ഉദാഹരണം അംബാല, ജലന്ധർ, മഹോ, ബാബിന, ഉധംപൂർ എന്നിവ. അടുത്തതായി എഡ്യൂക്കേഷണൽ സിറ്റീസ്, വിദ്യാഭ്യാസ നഗരങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി ആരംഭിച്ച റൂർക്കി, വാരണാസി, അലിഗഡ്, പിലാനി, അലഹബാദ് തുടങ്ങിയ പ്രധാന ക്യാമ്പസ് പട്ടണങ്ങൾ പിൽക്കാലത്ത് വിദ്യാഭ്യാസ നഗരങ്ങളായി വളർന്നു. ഇനി റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൗൺസ്, സാംസ്കാരിക പട്ടണങ്ങൾ എന്താണെന്ന് നോക്കാം. മതപരവും സാംസ്കാരികപരവുമായ പ്രത്യേകതകൾ കൊണ്ട് പ്രസിദ്ധിയാർജിച്ച നഗരങ്ങളാണിത്. ഉദാഹരണം വാരണാസി, മധുര, അമൃതസർ, മധുരൈ, പുരി, അജ്മീർ, പുഷ്കർ, തിരുപ്പതി, കുരുക്ഷേത്ര, ഹരിദ്വാർ, ഉജ്ജയിൻ എന്നിവ. അടുത്തതായി ടൂറിസ്റ്റ് ടൗൺസ്, വിനോദസഞ്ചാര നഗരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിച്ചുണ്ടായ നഗരങ്ങളാണിവ. ഉദാഹരണം നൈനിറ്റാൾ, മസൂറി, ഷിംല, ജോധ്പൂർ, ജയ്സാൽമർ, ഊട്ടി, മൗണ്ട് അബു എന്നിവ ടൂറിസ്റ്റ് സിറ്റീസാണ്. നമ്മളിപ്പോൾ പഠിച്ച നഗര സേവനങ്ങളെല്ലാം സ്ഥിരമാകണമെന്നില്ല. പ്രത്യേക സേവന പ്രാധാന്യമുള്ള നഗരങ്ങളിൽ പോലും അവ മെട്രോപോളിസുകളായി വളരുമ്പോൾ ബഹുമുഖ സേവന നഗരങ്ങളായി മാറുന്നു, മൾട്ടി ഫങ്ഷണൽ സിറ്റീസായി മാറുന്നു. ഇനി സ്മാർട്ട് സിറ്റി മിഷൻ, സ്മാർട്ട് സിറ്റി ദൗത്യം എന്താണെന്ന് നോക്കാം. നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്, മാന്യവും ഗുണനിലവാരവുമുള്ള ജീവിതം തുടങ്ങിയവ നഗരപൗരന്മാർക്ക് ലഭ്യമാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നു. സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തോടൊപ്പം മറ്റു പട്ടണങ്ങൾക്ക് മാർഗദർശിയാകുന്ന വിധം അനുകരണീയ മാതൃകകളും സൃഷ്ടിക്കുക എന്നതാണ് സ്മാർട്ട് സിറ്റി ദൗത്യം ലക്ഷ്യമിടുന്നത്. അടുത്തതായി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നെയിം ദി വേരിയസ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഈച്ച്. ഇന്ത്യയിലെ വിവിധ ഗ്രാമീണ വാസസ്ഥലങ്ങൾ ഏവ? അവ ഓരോന്നിനെക്കുറിച്ചും ചെറുകുറിപ്പ് തയ്യാറാക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ക്ലാസിഫൈ ദി ഇന്ത്യൻ ടൗൺസ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ എവല്യൂഷൻ ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ സൈസ്. ഇന്ത്യൻ പട്ടണങ്ങളെ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലും തരംതിരിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ ദീസ് ഫങ്ഷണൽ ടൗൺസ്. തന്നിട്ടുള്ള സേവന നഗരങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ വീതം എഴുതുക. ഒന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, ഭരണ നഗരങ്ങൾ. 2 ഇൻഡസ്ട്രിയൽ ടൗൺസ്, വ്യാവസായിക നഗരങ്ങൾ. 3 ടൂറിസ്റ്റ് ടൗൺസ്, വിനോദസഞ്ചാര നഗരങ്ങൾ. 4 എഡ്യൂക്കേഷണൽ ടൗൺസ്, വിദ്യാഭ്യാസ നഗരങ്ങൾ. 5 ട്രാൻസ്പോർട്ട് സിറ്റീസ്, ഗതാഗത നഗരങ്ങൾ.